രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. നോക്കൂ, ഇന്ന് നാരായണീയമാണ്. നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. നാരായണീയത്തിൻ്റെ ക്ലാസ് 31ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് മുമ്പുള്ള ശ്ലോകങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നാരായണീയം ഒന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയുമാണ് നമുക്ക് നാരായണീയം 12 മണിക്ക് ക്ലാസ്. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജീവിതകഥയാണ്. രാധയുടെ ജീവിതകഥ നിങ്ങൾക്ക് അടുക്കിന് കിട്ടുന്നതാണ്. അങ്ങനെ 101 എപ്പിസോഡ് ഇതുവരെ പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ 101 തൊട്ട് കേൾക്കുക. സമയം കിട്ടുമ്പോൾ ആദ്യം തൊട്ട് കേൾക്കുക. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് കൊണ്ട് കേൾക്കണം. മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ചത്തെ ശ്രീബുദ്ധൻ എഴുതിയ ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് കേൾക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വീഡിയോ ഉണ്ട്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതേ കണക്ക് തന്നെ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ പ്രത്യേക വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. ജ്യോതിഷപരമായി എന്ത് സംശയത്തിനും എന്നെ വിളിച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ 9645333999. നിങ്ങൾക്ക് ജ്യോതിഷ ഉപദേശം തികച്ചും സൗജന്യമാണ്. ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിക്കുന്നതല്ല. അതുപോലെ തന്നെ നിരവധി പേര് എന്നെ വിളിക്കുന്നുണ്ട്. സാറ് ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി
ഞങ്ങൾ സംഭാവന തരാം, സാറ് കൊടുത്താൽ മതിയെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഞാൻ ആരുടെ കയ്യിൽ നിന്നും ചാരിറ്റിക്കായാലും എന്തിനായാലും ഞാൻ പൈസ വാങ്ങിക്കില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എനിക്ക് ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞ് പൈസ തരുന്നു, അപ്പോൾ ഞാനത് ചാരിറ്റി പ്രവർത്തനത്തിന് ചിലവാക്കുന്നോ അതോ ഞാൻ അടിച്ചു മാറ്റി എൻ്റെ പോക്കറ്റിൽ വെക്കുന്നോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ നമ്മളൊരു സംശയത്തിന് ഇട കൊടുക്കരുത്. ഇപ്പോൾ നിരവധി പേരാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയട്ടെ, നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊടുക്കുക. ഞാനൊരിക്കലും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് ഞാൻ കൊടുക്കുന്നതല്ല. പിന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, ദയവ് ചെയ്ത് കേൾക്കുക. അഷ്ടാവക്ര ഗീത അത് നമ്മുടെ മാസ്റ്റർ പീസാണ്. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ഭക്ത മീരയുടെ കഥയുണ്ട്. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, അത് വ്യക്തമായി കേൾക്കണം. അതേ കണക്ക് തന്നെ ഹേ അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്നൊരു വീഡിയോ ഉണ്ട്, അതും നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ രാധയുടെ പ്രണയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 101 എപ്പിസോഡ് കഴിഞ്ഞു. അത് ആദ്യം തൊട്ട് കാണുന്നവരുണ്ട്. രാധയുടെ പ്രണയം അത് ആദ്യം തൊട്ട് കാണുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് പേരാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ആ അഭിപ്രായം കേൾക്കൂ, അതിനുശേഷം ഞാൻ ക്ലാസ് ആരംഭിക്കുന്നതാണ്. നമസ്കാരം സാർ. സാറിൻ്റെ രാധാറാണി അമ്മയെക്കുറിച്ചുള്ള വിവരണം 100-ാം എപ്പിസോഡ് ആകുന്നതിൽ വളരെ സന്തോഷം. രാധാറാണി അമ്മയെക്കുറിച്ച് ഇത്രയും ആഴത്തിലറിയാൻ സാധിച്ചത് സാറിൻ്റെ ഈ ചാനലിൽ കൂടിയാണ്. രാധാറാണി അമ്മയെ പറ്റിയുള്ള എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ രാധയും കൃഷ്ണനും ഒരു പ്രണയ കഥാപാത്രങ്ങളാണെന്നുള്ളതല്ലാതെ ഇത്രയും അറിവ് ലഭിക്കാൻ കാരണം സാറിൻ്റെ ഈ ചാനൽ കൂടിയാണ്. അങ്ങനെ രാധാറാണി അമ്മയെ ഭക്തിപൂർവം ആരാധിക്കാൻ തുടങ്ങിയതും സാറിൻ്റെ വിവരണത്തിൽ നിന്നാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വത്സല. ഹായ് സാർ, ശ്രീ രാധേ രാധേ. രാധയുടെ പ്രണയം മുഴുവൻ കാണാൻ ഞാൻ 30-ാമത്തെ എപ്പിസോഡ് മുതലാണ് സാർ കാണാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ആദ്യം മുതൽ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് രാധാറാണി അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതും രാധാറാണി അമ്മയിലേക്ക് കൂടുതൽ ഭക്തി വരാനും എനിക്ക് സാധിച്ചു. അതിന് നിമിത്തം സാറാണ്. കാര്യം ഞാൻ കൃഷ്ണനെ മാത്രം വിളിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖങ്ങളായി, വിഷമങ്ങളായി. പിന്നീട് സാറ് കാരണം ഞാൻ രാധമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. ഇപ്പം ഞാൻ രാധാദേവിയുടെ ഒരു ഭക്തിയാണ്. പക്ഷേ എനിക്ക് ഒരുപാട് അമ്മ മാറ്റങ്ങളും തന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രാധമ്മയിൽ. എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങളെ മാറ്റിത്തരുന്നു. എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വിളിക്കുന്നുണ്ട് രാധമ്മേ. അതിനൊക്കെ സാറാണ് കാരണമായത്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയൊരു പ്രോഗ്രാം സാറിങ്ങനെ അവതരിപ്പിച്ചത്. എല്ലാവരിലേക്കും ആ രാധമ്മയുടെ ഭക്തി വളർത്തിയെടുക്കാൻ സാറ് അതിന് ഒരു കാരണമായി. അതിന് രാധാറാണി അമ്മയും ശ്രീകൃഷ്ണ ഭഗവാനും സാറിനെ അതിനു വേണ്ടി ഏൽപ്പിച്ചതാണ്. സാർ അങ്ങനെ വിശ്വസിക്കുന്നു. സാറിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിൻ്റെ എല്ലാ പ്രോഗ്രാമും കാണുന്നുണ്ട്. അങ്ങനെ രാധമ്മയിൽ കൂടുതൽ ഭക്തിയായി. അങ്ങനെ ഇനിയും അങ്ങനെ എല്ലാവരും രാധാദേവി അമ്മയിലോട്ടും ശ്രീകൃഷ്ണ ഭഗവാനിലോട്ടും എല്ലാവരുടെയും ഭക്തി വരട്ടെ സാറ്. സാറിന് എല്ലാ നന്മകളും ദൈവം തരട്ടെ. ഇനിയും സാറിന് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ സാറിന് കഴിയട്ടെ സാർ. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഒരുപാട് നന്ദി. നമസ്കാരം സാർ. സാർ, ഞാൻ കോടതിയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ രാധയുടെ പ്രണയം യൂട്യൂബിൽ കാണുന്നത്. രാധേ എന്ന ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അവോയ്ഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞാനത് നോക്കിയപ്പം രാധയുടെ പ്രണയം തുടക്കം മുതലേ കാണുന്നുണ്ട്. തുടക്കം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോഴേ ഞാൻ കോടതിയിൽ ഇരിക്കുമ്പോഴാണ് സാറിനെ വിളിക്കുന്നത്. അന്നേരമാണ് രാധേ എന്നുള്ള ചാനൽ ഇപ്പോൾ സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ടീച്ചറാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
അന്ന് മുതൽ ഞാൻ ഈ പ്രീവിയസ് മുതൽ കേൾക്കുന്നുണ്ട്. പക്ഷേ കുറച്ചിടയ്ക്ക് കാണാൻ പറ്റിയില്ല, കേൾക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് സുഖമില്ലാതെ വന്നതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അതൊന്നും ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ പിന്നീട് എടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 100ാമത്തെ എപ്പിസോഡിലെത്തിയല്ലോ, അത് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവിധ ആശംസകളും. രാധയുടെ പ്രണയം 100ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞാൻ തുടക്കം മുതൽ കാണുന്നുണ്ട്. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ ദിലീപ് സാർ. രാധേൻ്റെ പ്രണയം ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് മെയിനായിട്ട് പറയാൻ തോന്നിയൊരു കാര്യം, ഇത്രയും നാളും ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അടുത്തുള്ള ഭക്തിയാണെങ്കിലും ഒരു പേടി കലർന്ന ഒരു ഭക്തിയാണ് ഇത്രയും നാളും അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തെങ്കിലും നമ്മൾ മോശം കാണിച്ചാൽ എന്താ ഒരു ഭയം, ദൈവം ശിക്ഷിക്കും എന്നുള്ളൊരു ഭയത്തോടു കൂടിയുള്ളൊരു ഭക്തിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് സ്നേഹത്തോടെ ഉള്ളൊരു ഭക്തി എന്താണ്, അതിനെ അങ്ങനെ ഭക്തിയെ എങ്ങനെ മാറ്റാം, എങ്ങനെ അങ്ങനെ സ്നേഹത്തോടെ ഭഗവാനെ പ്രേ ചെയ്യാം എന്ന് പഠിപ്പിച്ചത് സാറാണ്. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ജയ് രാധേ രാധേ. സാറ് നമസ്കാരം. ഞാൻ രാധയുടെ പ്രണയം ഇടയ്ക്ക് വെച്ചാണ് കണ്ടു തുടങ്ങിയത്. ഇപ്പം പക്ഷെ ഞാൻ വീണ്ടും അത് ആദ്യം മുതൽ കാണുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും നാളും അത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കിപ്പം ബാക്കിയുണ്ട്. നല്ലതായിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു. പക്ഷേ ഇപ്പം രാധാദേവിയോടായി എൻ്റെ രാധയിൽ കൂടെ ഞാൻ കൃഷ്ണനിലേക്ക് ഇപ്പം വരുന്നത്. വളരെ നന്നായിട്ടുണ്ട്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് എൻ്റെ കൂടെ വിളിച്ചോളൂ. ജയ്. രാധാറാണിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മാക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മാക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മാക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നാരായണീയമാണ്, 4ാമത്തെ ദശകമാണ്. അതിലെ 1ാമത്തെ ശ്ലോകമാണ് പഠിപ്പിച്ചു തരുന്നത്. ഇത് പാടിത്തരുന്നത് ഒരു കൊച്ചു മിടുക്കിയാണ്. ആ മിടുക്കിയുടെ പേര് കൃഷ്ണശ്രീ എന്നാണ്. അപ്പോൾ കൃഷ്ണശ്രീ ശരിക്കും കൃഷ്ണശ്രീയുടെ അമ്മയുടെ പേര് കസ്തൂരിബായി എന്നാണ്. കൃഷ്ണശ്രീയുടെ അമ്മ കസ്തൂരിബായി രാധേ രാധേ ചാനലിൽ സ്ഥിരം കാണുന്നതാണ്. അങ്ങനെ ഈ കസ്തൂരിബായി എന്ന അമ്മ കൃഷ്ണശ്രീയെ ഒരുപാട് നിർബന്ധിച്ചു. മോളെ, നീ സാറിൻ്റെ ചാനൽ കാണണം, അതിനകത്ത് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയും അമ്മയായ കസ്തൂരിബായിയുടെ ആ നിർബന്ധം കൊണ്ട് നമ്മുടെ ചാനൽ കാണുകയും അങ്ങനെ ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു. സാറേ, എൻ്റെ പേര് കൃഷ്ണശ്രീ, ഞാൻ സാറിൻ്റെ രാധേ രാധേ ചാനലിൽ പാടട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, എനിക്കൊരെണ്ണം അയച്ചുതാ. അപ്പോൾ അയച്ചു തന്നിട്ടുണ്ട്. കൊള്ളാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടാം. അങ്ങനെ എനിക്ക് അയച്ചു തന്നപ്പോൾ വളരെ നല്ല ശബ്ദം, നല്ല ബാക്ക്ഗ്രൗണ്ടോടുകൂടി നന്നായി പാടി. അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ച, തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നതോ കൃഷ്ണശ്രീയുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ കൃഷ്ണശ്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ കൃഷ്ണശ്രീ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്തുകാരിയാണ്, ജനിച്ചത്, ഇപ്പം തൃശ്ശൂരാണ് ഉള്ളത്. അപ്പോൾ കേട്ട് വന്നപ്പോഴാണ് ആളൊരു ബഹുമിടുക്കിയാണ്. ആള് ശരിക്കും പറഞ്ഞാൽ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹം ഓൺലൈനിലൂടെ ഒരു മ്യൂസിക് ക്ലാസ് നടത്തുന്നതെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. അതിൻ്റെ പേര് ശ്രീം ബൈ കൃഷ്ണശ്രീ എന്നാണ്. കൃഷ്ണശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിൽ
നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. അമേരിക്കയിൽ നിന്ന്, ലണ്ടനിൽ നിന്ന്, ഗൾഫ് നാടുകളിൽ നിന്ന്. അപ്പോൾ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്നവരും ഓൺലൈൻ ആയതുകൊണ്ട് പഠിക്കാമല്ലോ. അപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നും, ലണ്ടനിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, പുറം രാജ്യങ്ങളിൽ പലതും, പിന്നെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളത്, പിന്നെ അതിന് പുറത്ത് ഇന്ത്യക്കകത്ത് തന്നെ ഡൽഹിയിൽ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ ഉള്ളവർ കൃഷ്ണശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് മ്യൂസിക് പഠിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഒരു മഹാപ്രതിഭയാണ്. ഞാനത് അറിഞ്ഞില്ല, ഞാനത് തിരിച്ചറിഞ്ഞില്ല. അപ്പം കൃഷ്ണശ്രീ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനത് തിരിച്ചറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ മോളെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. എന്തായാലും നാരായണീയം നിങ്ങൾ ഓർക്കുക, നാരായണീയം ആദ്യത്തെ ഈ 4ാമത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങളും കൃഷ്ണശ്രീ നമുക്ക് വേണ്ടി പാടിത്തരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണശ്രീക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട്. കൃഷ്ണശ്രീയുടെ മ്യൂസിക്കും ഇതൊക്കെ നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞാൻ മാത്രമല്ല, ഈ രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കും. കാരണം എന്തുകൊണ്ട്, അവർക്ക് ചെവിക്ക് ഇമ്പമാകുന്ന വിധത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ്റെ നാരായണീയം പാടിത്തരുന്ന ആളല്ലേ കൃഷ്ണശ്രീ. അപ്പോൾ കൃഷ്ണശ്രീക്ക് വേണ്ടി എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈനിലൂടെ മ്യൂസിക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണശ്രീയെ സമീപിക്കുക. കൃഷ്ണശ്രീയുടെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. അതുകൂടാതെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടേക്കാം. ശരിക്കും കൃഷ്ണശ്രീ മോക്ക് ഒരുപാട് പേരെ പഠിക്കാൻ കിട്ടട്ടെ, ഒരുപാട് പേരെ പഠിക്കാൻ കിട്ടട്ടെ. കാരണം നാരായണീയം ഇഷ്ടപ്പെടുന്ന എല്ലാവരും, അതോടൊപ്പം സാക്ഷാൽ ഗുരുവായൂരപ്പനും മോള് മധുരമായ ശബ്ദത്തിൽ പാടി തന്നതുകൊണ്ട് മോളെ അനുഗ്രഹിക്കും. കൃഷ്ണശ്രീയുടെ നമ്പർ 9645219469 എന്നതാണ് കൃഷ്ണശ്രീയുടെ നമ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പഠിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൃഷ്ണശ്രീയെ വിളിച്ച് നിങ്ങൾ അത് പഠിച്ചുകൊള്ളൂ. ശരിക്കും നല്ല ശബ്ദമാണ്, നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ കൃഷ്ണശ്രീ ഒരിക്കൽ കൂടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ മോളെയും മോളുടെ കുടുംബത്തെയും അതോടൊപ്പം മോളുടെ അമ്മയായ കസ്തൂരി ഭായിയെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. മോളുടെ അമ്മ കസ്തൂരി ഭായിയോട് സാറിൻ്റെ അന്വേഷണങ്ങളും പറഞ്ഞേക്കണം. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അതിമനോഹരമായി പാടാൻ പോവുകയാണ്. കൃഷ്ണശ്രീ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്, റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊള്ളൂ കൃഷ്ണശ്രീയുടെ മധുരമായ ആലാപനം. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃഷ്ണശ്രീയുടെ മധുരമായ ആലാപനം കേട്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. നല്ല ശബ്ദം, നല്ല ശബ്ദം. കൃഷ്ണശ്രീ മോള് നന്നായി വരൂ കേട്ടോ. കേട്ടെ. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ. ഒന്നുകൂടെ കേട്ടോ. കല്യതാം മമ കുരുഷതാവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടി മാപ്നുയാം. പുഷ്ടയാശു തവ തുഷ്ടി മാപ്നുയാം. അപ്പോൾ ഞാനത് നിർത്തി ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി അർത്ഥം എഴുതിക്കൊള്ളൂ. കല്യതാം, കല്യതാം ആരോഗ്യത്തെ. കല്യതാം അർത്ഥം എഴുതിക്കോ, ആരോഗ്യത്തെ. മമ, മമ എൻ്റെ, മമ എൻ്റെ. കുരുഷ്വ, കുരുഷ്വ ഉണ്ടാക്കിത്തരണം, കുരുഷ്വ ഉണ്ടാക്കിത്തരണം അർത്ഥം. താവതീം, താവതീം അത്രത്തോളം, താവതീം അത്രത്തോളം.
രണ്ടാമത്തെ വരി ഭവത്, ഭവത് അങ്ങയെ, അങ്ങയെ. ഉപാസനം, ഉപാസിക്കുക, ഉപാസനം ഉപാസിക്കുക. ഭവതുപാസനം അർത്ഥം അങ്ങയെ ഉപാസിക്കുക, അങ്ങയെ ഉപാസിക്കുക. യയാ അർത്ഥം എഴുത് ഏതൊന്നിനാൽ. സ്പഷ്ടം അർത്ഥം എഴുത് വ്യക്തം, വ്യക്തം. അഷ്ടവിധ യോഗചര്യയ, അഷ്ടവിധ യോഗചര്യയ അർത്ഥം അഷ്ടാംഗ യോഗം കൊണ്ട്, അഷ്ടാംഗ യോഗം കൊണ്ട്. അഷ്ടാംഗ യോഗം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അടുത്ത പുഷ്ടയ, പുഷ്ടയ പുഷ്ടി പ്രാപിച്ചു എന്ന് വെച്ചാൽ ആരോഗ്യം കിട്ടി എന്നർത്ഥം. പുഷ്ടയ പുഷ്ടി പ്രാപിച്ചു അല്ലെങ്കിൽ ആരോഗ്യം കിട്ടി. ആശു, ആശു പെട്ടെന്ന്. അപ്പൊ പുഷ്ടയാശു പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത്, അങ്ങനെ എഴുതും. പുഷ്ടയാശു പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത്. തവ, തവ അങ്ങയുടെ, അങ്ങയുടെ. തുഷ്ടിം, തുഷ്ടിം സന്തോഷം, അങ്ങയുടെ സന്തോഷം. ആപ്നിയാം, ആപ്നിയാം പ്രാപിക്കട്ടെ. ആപ്നിയാം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രാപിക്കട്ടെ, മനസ്സിലല്ലേ? ഇനി അത് ചേർത്തെഴുത്. തുഷ്ടി മാപ്നുയാം, തുഷ്ടി മാപ്നുയാം സന്തോഷം പ്രാപിക്കട്ടെ. തുഷ്ടി മാപ്നുയാം അർത്ഥം എന്താണ്? സന്തോഷം പ്രാപിക്കട്ടെ. അപ്പൊ ഇവിടെ എന്താ ഭട്ടതിരിപ്പാട് പറയുന്നത്? ഭഗവാനേ ശ്രീകൃഷ്ണ, ഓ അങ്ങയെ ഉപാസിക്കുന്നതിന് വേണ്ടത്ര ആരോഗ്യം എനിക്ക് ഉണ്ടാക്കിത്താ എൻ്റെ കള്ളക്കണ്ണ. ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഭഗവാനേ ശ്രീകൃഷ്ണ, രാധാ വല്ലഭ, അങ്ങയെ ഉപാസിക്കുന്നതിന് വേണ്ടത്ര ആരോഗ്യം എനിക്ക് ഉണ്ടാക്കി തരണമേ. എത്രമാത്രം ആരോഗ്യം കൊണ്ട് അങ്ങയെ ആരാധിക്കാൻ കഴിയുന്നുവോ അത്രമാത്രം ആരോഗ്യം എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞ അങ്ങയെ ആരാധിക്കാൻ ഒരു മനുഷ്യന് എത്രമാത്രം ആരോഗ്യം വേണം അത്രയും ആരോഗ്യം ഭഗവാനേ എനിക്ക് തരണേ. അങ്ങയെ ഭജിക്കാൻ വേണ്ട ആരോഗ്യം എന്ത് ചെയ്യണം? എനിക്ക് തരേണമേ ഭഗവാനേ. അങ്ങനെ പൂർണ്ണമായ അഷ്ടാംഗ യോഗം അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ സന്തോഷത്തെ, ഭഗവാന്റെ അനുഗ്രഹത്തെ എനിക്ക് ലഭിക്കുമാറാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പൊ ഈ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം ഇതാണ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയെ ഉപാസിക്കണം ഭഗവാനെ. അതിന് ആരോഗ്യം വേണം. എനിക്ക് ആരോഗ്യമില്ല കൃഷ്ണ. അങ്ങയെ ആരാധിക്കുന്നതിന് എന്തുമാത്രം ആരോഗ്യം ഒരു മനുഷ്യന് വേണം അത്രയും ആരോഗ്യം ഭഗവാനെ എനിക്ക് തരണേ. അങ്ങനെ അഷ്ടാംഗ യോഗ വിധിപ്രകാരം വേണം എനിക്ക് അങ്ങയെ ഉപാസിക്കാൻ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അഷ്ടാംഗ യോഗ വിധിപ്രകാരം വേണം എനിക്ക് ഭഗവാനെ ഉപാസിക്കാൻ. ആ അഷ്ടാംഗ യോഗ വിധിപ്രകാരം അങ്ങയെ എനിക്ക് പൂജിക്കാൻ വേണ്ട ആരോഗ്യം തരണം. അങ്ങനെ ആരോഗ്യം തന്ന് ഞാൻ അങ്ങയെ പൂജിക്കുമ്പം അങ്ങ് എന്നിൽ പ്രസാദിക്കും. അങ്ങയ്ക്ക് എന്നോട് സന്തോഷം തോന്നും. അങ്ങനെ ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിക്കും. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഈ ചാനൽ കാണുന്ന സകല അമ്മമാർക്കും, സകല അച്ഛന്മാർക്കും, സകല സഹോദരിമാർക്കും, സകല സഹോദരന്മാർക്കും, കൊച്ചു കുട്ടികൾക്കും എല്ലാം അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് ഓരോ വരികളായിട്ടെടുത്ത് പഠിക്കാം. ഇനി ഒന്നാമത്തെ വരി നിങ്ങൾ നോക്കേ. ഒന്നാമത്തെ വരി കൊച്ചു കൊച്ചു വരിയാണ്. കല്യത മമ കുരുഷ്വ താവതീം. എന്താ കല്യതാം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ, മമ എൻ്റെ, കുരുഷ്വ ഉണ്ടാക്കിത്തരണേ, താവതീം അത്രത്തോളം. അപ്പൊ കവി പറയുകയാണ് ഭഗവാനേ, ഒന്നാമത്തെ വരിയിൽ പറയുക ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ, രാധാ വല്ലഭ, അങ്ങയെ ഉപാസിക്കുന്നതിന് വേണ്ടത്ര
ആരോഗ്യം എനിക്കുണ്ടാക്കി തരേണമേ എന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് ഭട്ടതിരിപ്പാട് ഭഗവാനോട് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്. ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുക, കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ രാധാ വല്ലഭ. ഭട്ടതിരിപ്പാട് രാധാറാണിയുടെ രാധാറാണിയെ സ്മരിക്കുന്ന ആളാണ്. ഭട്ടതിരിപ്പാട് മാത്രമാണ് തൻ്റെ കാവ്യത്തിൽ രാധാറാണിയെക്കുറിച്ച് ഒരിടത്ത് ഭട്ടതിരിപ്പാട് സ്മരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയുക. മറ്റു പലരും അവർ കാവ്യങ്ങൾ നിർമ്മിക്കുമ്പോൾ രാധാജിയെ കുറിച്ച് ഒന്നും മിണ്ടാറില്ല. ഭാഗവതത്തിൽ പോലും പലതും ഒരിക്കലും ഒന്നും മിണ്ടുന്നില്ല. അതേസമയം ഭട്ടതിരിപ്പാട് തൻ്റെ നാരായണീയത്തിൽ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? രാധാറാണിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ രാധാവല്ലഭ, എനിക്ക് അങ്ങയെ ഭജിക്കാൻ വേണ്ടത്ര ആരോഗ്യം എനിക്ക് തരണേ എന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ കാര്യമുണ്ടെങ്കിൽ ഭഗവാനോട് ഇതുപോലെ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചാൽ മതി. കണ്ണൻ കേൾക്കും. നിങ്ങളുടെ കണ്ണിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും കേട്ടിരിക്കും. ഭട്ടതിരിപ്പാടിനെ ബാധിച്ച വാതരോഗം അദ്ദേഹത്തെ, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത് സ്വയം തൻ്റെ ഗുരുവിൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ശരീരത്തിലേക്ക് മാറ്റിയതാണ്. ഭട്ടതിരിപ്പാടിന് വെറുതെ രോഗം വന്നതല്ല, തൻ്റെ ഗുരുവിൻ്റെ ശരീരത്തെ, രോഗത്തെ തന്നിലേക്ക് അദ്ദേഹം സിദ്ധി കൊണ്ട് മാറ്റിയതാണ്. അപ്പോൾ ഒരു ഗുരുദക്ഷിണ കൊടുക്കുന്നു. ആ ഗുരുദക്ഷിണ എന്ന നിലയിലാണ് ഭട്ടതിരിപ്പാട് ഈ രോഗം സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹം ഗുരുവിന് വേണ്ടി ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ സ്വീകരിച്ച ഒരു രോഗം മാറ്റാൻ ഈ ഭൂമി മലയാളത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമേ കഴിയൂ. അതല്ലേ ധന്വന്തരമൂർത്തി വിഷ്ണു ഭഗവാനാണെന്നല്ലേ നമ്മൾ പറയുന്നത്. ആയുർവേദ ഡോക്ടർമാരൊക്കെ നമുക്ക് മരുന്ന് തരുന്നതിന് മുമ്പ് ധന്വന്തരി മൂർത്തിയെ ധ്യാനിച്ചിട്ടല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണന് മാത്രമേ എൻ്റെ അസുഖം മാറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതിലൂടെ ഭട്ടതിരിപ്പാട് നമുക്കും ഒരു സന്ദേശം തരികയാണ്. നോക്കൂ, നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു എങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ശ്രീകൃഷ്ണനെ ഭജിക്കുക. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് ഇതാണ്: ഞാനൊരു ഗുരുദക്ഷിണ എന്ന നിലയിൽ എൻ്റെ ഗുരുവിൻ്റെ ശരീരത്തിലെ രോഗം ഞാൻ സ്വീകരിച്ചു ഭഗവാനെ. എനിക്ക് ആ രോഗമില്ലാതാക്കി എനിക്ക് അങ്ങയെ ഭജിക്കാനുള്ള ആരോഗ്യം തരണം. ഈ ഭൂമി മലയാളത്തിൽ രോഗങ്ങൾ ഇല്ലാതാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. കാരണം അങ്ങ് തന്നെയാണല്ലോ സാക്ഷാൽ ധന്വന്തരി മൂർത്തി. അതുകൊണ്ട് ധന്വന്തരി മൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ എൻ്റെ രോഗം മാറ്റണേ. ഇതിലൂടെ നമുക്കും ഒരു സന്ദേശം പകർന്നു തരികയാണ്. നിങ്ങളൊക്കെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. എല്ലാ വ്യാഴാഴ്ചയും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ എല്ലാ വ്യാഴാഴ്ച ദിവസവും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. അതല്ല, മഹാവിഷ്ണു ക്ഷേത്രമില്ലാത്തവർ കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. അവിടെ ചെന്ന് ധന്വന്തരി അർച്ചന നടത്തണം. ആ ധന്വന്തരി അർച്ചനയും അതോടൊപ്പം ഭാഗ്യസൂക്തവും കൂടെ നടത്തുമ്പോൾ ദൈവാധീനവും കൂടെ വരും. നിങ്ങളിത് ചെയ്തു നോക്കേ, നിങ്ങളുടെ ആരോഗ്യത്തിന് ഉഗ്രമായ മാറ്റം വരും. നിങ്ങളുടെ രോഗം കുറയും. നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ ഉത്തമ മാർഗമാണ് ഞാൻ പറയുന്നത്. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി വണങ്ങുക. ധന്വന്തരി അർച്ചനയും ഭാഗ്യസൂക്തവും ചെയ്യുക. അതല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി ഇത് രണ്ടും ചെയ്യുക. എന്നിട്ട് നാരായണീയവും വായിക്കുക. ഇത് മാറിയിരിക്കും. എന്നിട്ട് ഹൃദയം പൊട്ടി പറയുക: കൃഷ്ണ, ഗുരുവായൂരപ്പ, രാധാവല്ലഭ, എൻ്റെ രോഗങ്ങൾ മാറ്റണേ ഭഗവാനേ, എൻ്റെ രോഗങ്ങൾ മാറ്റണേ ഭഗവാനേ.
അമ്മമാരും അച്ഛന്മാരും ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കണം, ഭഗവാനേ വയസ്സുകാലമാണേ, മക്കൾക്കൊന്നും ഒരു ഭാരമാക്കരുതേ, അസുഖം വന്ന് എവിടെയും കിടത്തല്ലേ ഭഗവാനേ, അവസാന ശ്വാസം വലിക്കുന്നത് വരെയും ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, എനിക്ക് ആരോഗ്യം തരണേ പൊന്നു ഭഗവാനേ എന്ന് പ്രാർത്ഥിക്ക്. നിശ്ചയമായും ഭഗവാൻ ആ വിളി കേൾക്കും, കേട്ടിരിക്കും. അതാണ് ശ്രീകൃഷ്ണൻ. ഇനി നമുക്ക് രണ്ടാമത്തെ വരി ഒന്ന് നോക്കാം. നോക്കേ, കല്യതേ ഭവതുപാസനം യയ. കൊച്ചു വരിക, പക്ഷെ ഒത്തിരി അർത്ഥമുണ്ട്. കല്യതേ ഭവതുപാസനം യയ. കല്യത എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ, ഭവത് അങ്ങയുടെ, ഉപാസനം ഉപാസിക്കുക ആരാധിക്കുക, ഭവതുപാസനം അങ്ങയെ ഉപാസിക്കുന്നത് കൊണ്ട് ആരാധിക്കുന്നത് കൊണ്ട്, യയാ ഏതൊന്നിനാൽ. ഇത്രയുമാണ് ആ വരി വാക്കുകളുടെ അർത്ഥം. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനേ കൃഷ്ണ, എനിക്ക് അങ്ങയെ ഉപാസിക്കണം, എനിക്ക് അങ്ങയെ ആരാധിക്കണം കൃഷ്ണ, അതിനെനിക്ക് ആരോഗ്യം വേണം ഭഗവാനേ. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ആരോഗ്യമില്ലാത്തവൻ ഈ ഭൂമിക്ക് ഭാരമാണ്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് സമ്പത്ത് തരണേന്നല്ല, ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. കോടികളുടെ ആസ്തി ഉണ്ടെന്നിരിക്കട്ടെ, ഒരു മാറാരോഗം പിടിപെട്ടാലോ? ഇപ്പോൾ വലിയ മുകേഷ് അംബാനി കോടികളുണ്ട്, അദ്ദേഹത്തിനൊന്നും വരാതിരിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക. കോടിക്കണക്കിന് രൂപയുണ്ട്, പക്ഷേ ഒരു വല്ലാത്തൊരു അസുഖം കയറി പിടിച്ചു പോയാൽ ഈ കോടികളല്ല എത്ര കൊടുത്താലും വല്ല രക്ഷയും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ? ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഭഗവാനോട് എപ്പോഴും പറയേണ്ടത് അതാ, എനിക്ക് കോടിക്കണക്കിന് രൂപയും എനിക്ക് ലക്ഷങ്ങളും ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ആരോഗ്യം വേണം. കാരണം ആരോഗ്യമില്ലാത്തവൻ ഈ ഭൂമിക്ക് ഭാരമാണ്, ബന്ധുജനങ്ങൾക്ക് ഭാരമാണ്. നിങ്ങളൊന്ന് കിടന്നു പോയാൽ ഉണ്ടല്ലോ, ആദ്യത്തെ ഇച്ചിരി ദിവസം എല്ലാവരും നോക്കും, പിന്നെ പിന്നെ എല്ലാവർക്കും അസ്വസ്ഥയാകും. 3-4 മക്കളുണ്ടെങ്കിൽ അവർ പിരിവെടുത്തിട്ട് ഹോം നേഴ്സിനെ വെക്കും. എന്നിട്ട് പറയും, ഓരോ മാസവും നടക്കും, ഇയാളെ കാശ് തന്നില്ലല്ലോ, ഇയാളെ കാശ് തന്നില്ലല്ലോ. വളരെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതായത് ശരിക്കും നമ്മൾ കുഞ്ഞുനാളിൽ ഈ മക്കൾ എങ്ങനെയാണെന്നറിയാവോ പറയുന്നത്? എൻ്റെ അമ്മയാ, എൻ്റെ അമ്മയാ. കുഞ്ഞുനാളിൽ അങ്ങനെയാ പറയുന്നത്. മൂത്ത മോള് പറയും എൻ്റെ അമ്മയാ, രണ്ടാമത്തെ മോൻ പറയും പോടി എൻ്റെ അമ്മയാ. നമ്മളൊന്ന് വളർന്നു കഴിഞ്ഞേ, അവർ മക്കൾ വളരട്ടെ, നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോയേ, അപ്പോൾ പറയുന്നത് എന്താ? നിൻ്റെയും കൂടെ അമ്മയല്ലേ. വ്യത്യാസം മനസ്സിലായ? അതുവരെ അങ്ങനെയല്ല, എൻ്റെ അമ്മയാ കുഞ്ഞുനാളി. കാരണം നമ്മളെ ആവശ്യമുണ്ട്, വളർന്നു വരാൻ നമ്മളെ ആവശ്യമുണ്ട്. നമ്മളോടൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയും നിൻ്റെയും കൂടെ അമ്മയല്ലേ. പിരിവെടുത്ത് ഹോം നേഴ്സിനെ വെക്കും, വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൃഷ്ണ ഭഗവാനെ, നമ്മളെ മക്കളെ ഒന്നും കൊണ്ട് പിരിവെടുപ്പിക്കല്ലേ, നമ്മളെ എവിടെയും കിടത്തല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ എവിടെയും കിടത്തി കഷ്ടപ്പെടുത്താതെ ആത്മാവിനെ എടുക്കണേ. അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം ശരിക്കും ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഭഗവാനെ എന്നെ എവിടെയെങ്കിലും കിടത്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെ എൻ്റെ ആത്മാവ് എടുക്കണേ. നമ്മൾ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരാണ്? മറ്റുള്ളവരാണ്. അപ്പം മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെ എൻ്റെ ആത്മാവ് അങ്ങ് എടുക്കണേ. അപ്പം നമുക്ക് ഭഗവാനെ പൂജിക്കണം, ആരാധിക്കണം. അങ്ങനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. അതാണ് ബുദ്ധൻ പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ധർമ്മപദം ഉണ്ടല്ലോ, ആ ധർമ്മപദത്തിൽ ഞാൻ അടിവരയിട്ട് ഈ പറയുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യം കളഞ്ഞുള്ള ഒന്നും ചെയ്യരുതേ. പ്രത്യേകിച്ച് പ്രായമായ അമ്മമാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു തുള്ളി വെള്ളം ഒന്നും കുടിക്കാതെ കയറി വ്രതം എടുക്കല്ലേ അമ്മേ. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാണ്. പല ചാനലുകാരും അവരുടെ പ്രൊമോഷന് വേണ്ടി അങ്ങനെ പലതും പറയും. നിങ്ങളത് ചെയ്യരുത്. ഭഗവാൻ ഒരിക്കലും അത് ആവശ്യപ്പെടുന്നില്ല എന്ന സത്യം മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ശരിക്കും ചരക സംഹിത ഉണ്ടല്ലോ, ആയുർവേദത്തിൻ്റെ ചരക സംഹിതയിൽ
ചരകൻ പറയുന്നു, ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ശരീരമാണ് ഏറ്റവും പ്രധാനം. ഇനി എന്നോട് വിഷമിച്ച് ഒരുപാട് അമ്മമാർ പറയുന്നുണ്ട്, മോനെ എനിക്ക് ആഹാരം കഴിച്ചേ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കഴിച്ച് ഉച്ചയായപ്പം ദേഹം കുഴഞ്ഞു പോയി മോനെ, പിന്നെ എനിക്ക് ആഹാരം കഴിക്കേണ്ടി വന്നു, കുഴപ്പമുണ്ടോ? എനിക്ക് മറ്റ് ചാനലുകാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഈ അമ്മമാരെ പീഡിപ്പിക്കല്ലേ. അമ്മമാരെ, അതൊന്നും ഒരു വിഷയമല്ല. ഭഗവാൻ അഡോൾഫ് ഹിറ്റ്ലറൊന്നുമല്ല നിങ്ങളെ പീഡനം കണ്ട് രസിക്കാനായിട്ട്. ഭഗവാൻ കരുണാമയനാണ്. ഭഗവാൻ നോക്കുന്നത് ഭക്തി മാത്രമാണ്. എന്തിനാ പറയുന്നത്? ഭഗവത്ഗീതയ്ക്കകത്ത് അധ്യായം 6 ശ്ലോകം 16 സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നാട്യശ്നതസ്തു എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട് അതിനകത്ത്. നാട്യശ്നതസ്തു. ആ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഹേ അർജുന, അധികം കഴിക്കുകയോ വളരെ കുറച്ച് കഴിക്കുകയോ അധികം ഉറങ്ങുകയോ വളരെ കുറച്ചുറങ്ങുകയോ ചെയ്യുന്നവർ യോഗയിൽ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് അമിതമായി ഭക്ഷിക്കരുത്, അത് ഈശ്വരന്റെ അടുക്കലെത്താൻ തടസ്സമാണ്. എന്നാലോ വളരെ കുറച്ചു മാത്രവും ഭക്ഷിക്കരുത്, അതും ഈശ്വരന്റെ അടുക്കലെത്താൻ തടസ്സമാണ്. അതിനിടയ്ക്ക് വെച്ച് മിതമായ രീതിയിൽ ആഹാരം കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നത് വളരെ കുറച്ച് കഴിച്ചാൽ പോലും അത് ശരിയല്ലെന്നാ. അപ്പോൾ പിന്നെ പട്ടിണി കിടക്കാനോ? അപ്പോൾ നിങ്ങൾ മിതമായ രീതിയിൽ ആഹാരം കഴിക്കണമെന്ന് പറയുന്ന ഭഗവാന് വേണ്ടി നിങ്ങൾ അങ്ങനെ ആഹാരം കഴിക്കാതെ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും അമ്മമാര് അവരുടെ ആരോഗ്യം കളഞ്ഞ് അങ്ങനെ ചെയ്യരുത്. കാരണം മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള വാഹനമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിന് അസുഖം വന്നാൽ ആത്മീയ കാര്യങ്ങൾ തടസ്സപ്പെടും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ധർമ്മപദത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ രാമായണത്തിൽ പറയുന്നുണ്ട്, തനുഭിനു ഭജന വേദനഹിം വരാന. അതായത് ആത്മീയതയിൽ ഏർപ്പെടുമ്പോൾ ഒരു കാരണവശാലും ശരീരത്തെ അവഗണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ശരീരത്തെ അവഗണിക്കാൻ ഒരു വേദങ്ങളും പറയുന്നില്ല. ഓർമ്മിക്കുക, നിങ്ങൾ ശരീരത്തെ അവഗണിക്കാൻ ഒരു വേദവും നിങ്ങളോട് പറയുന്നില്ല. ഇനി ഉപനിഷത്തുകൾ പറയുന്നുണ്ടോ? ഇല്ല. ഈശോപനിഷത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ധം തമ പ്രവിശന്തിയേ വിദ്യാമുപാസതേ തതോ ഭൂയ ഇവ തേ തമോ യാ വിദ്യാം രഥാ. അതായത് ഭൗതിക ശാസ്ത്രം മാത്രം വളർത്തുന്നവൻ നരകത്തിൽ പതിക്കുന്നു, ആത്മീയ ശാസ്ത്രം മാത്രം വളർത്തുന്നവൻ അതിലും ഇരുണ്ട നരകത്തിൽ പതിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? ഈ ശരീരത്തെ മാത്രം പോഷിപ്പിക്കുന്നതിൽ ആഹാരം കഴിച്ച് ശരീരം മാത്രം ശ്രദ്ധിച്ച് നടക്കുന്നവൻ നരകത്തിൽ പതിക്കും. ഈ ശരീരത്തിന് ആഹാരവും ഒന്നും കൊടുക്കാതെ പട്ടിണി കിടന്ന് പീഡിപ്പിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ അങ്ങനെ കിടന്ന ഭഗവാനെ കിട്ടുമെന്ന് കരുതുന്നവൻ മറ്റവനേക്കാൾ ഇരുണ്ട നരകത്തിൽ പതിക്കും. അപ്പം ആത്മീയതയിൽ ശ്രദ്ധിക്കാതെ ശരീരം മാത്രം നോക്കി നടക്കുന്നവൻ അവൻ നരകത്തിൽ പതിക്കുമെങ്കിൽ, ശരീരം നോക്കാതെ പട്ടിണി കിടന്ന് ആത്മീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ മറ്റവനേക്കാൾ ഇരുണ്ട നരകത്തിൽ പതിക്കും. അവനാണ് ശിക്ഷ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ ഏകാദശിയൊക്കെ എടുത്തോളൂ. എടുക്കുമ്പോൾ പ്രത്യേകിച്ചും എൻ്റെ അമ്മമാര്, നിങ്ങൾ രാവിലെ പാലും പഴവും ഒക്കെ കഴിക്ക്, ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറ് കഴിക്ക്, വൈകുന്നേരം നിങ്ങൾ ഗോതമ്പിൻ്റെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, പിള്ളേർ, അവരാഹാരം കഴിക്കാതെ അവർ നടന്നോട്ടെ. കാരണം അത് നല്ലതുമാണ്. അത് ഈ ഭഗവാൻ പറഞ്ഞ വ്രതത്തിൻ്റെ പേരിലല്ല ഞാൻ നല്ലത് പറഞ്ഞത്. ചെറുപ്പക്കാർ, പിള്ളേർ കിട്ട വെളുക്ക പൊറോട്ടായി ഇറച്ചിയൊക്കെ തിന്ന് ഇതിനെ ദഹിപ്പിക്കാൻ നമ്മുടെ വയറ്റിനകത്ത് അവയവങ്ങൾ കിടന്ന് പ്രവർത്തിച്ച് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവൻ ഒരു ദിവസം തിന്നാതിരിക്കുമ്പോൾ ആ വയറിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടും. ആ അർത്ഥത്തിൽ നല്ലതാണ്. ചെറുപ്പക്കാരെടുത്തോട്ടെ. എൻ്റെ അമ്മമാർ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ ശരീരം പീഡിപ്പിക്കാൻ ആവശ്യപ്പെടുന്നില്ല.
ഭഗവാൻ അഡോൾഫ് ഹിറ്റ്ലർ അല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ കരുണാമയനാണ്. കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമാരൊക്കെ വ്രതം എടുക്കുമ്പം രാവിലെ പാലും പഴമൊക്കെ കഴിക്കുക, ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറ് കഴിക്കുക, വൈകുന്നേരം ഗോതമ്പിൻ്റെ കഴിക്കുക, എന്നിട്ട് പരമാവധി ഭഗവാനെ ജപിക്കുക. അമ്മമാരൊക്കെ പട്ടിണി കിടന്ന് ശരീരം തളർന്നാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. ഇതാണ് ഈ രണ്ടാമത്തെ വരിയുടെ അർത്ഥമെന്ന് പറയുന്നത്. ധർമ്മപദത്തിൽ ഇത് ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തത്. ഇനി നമുക്ക് മൂന്നാമത്തെ വരി പരിശോധിക്കാം. എന്താ പറഞ്ഞിരിക്കുന്ന? സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയ. സ്പഷ്ടം അഷ്ടവിധ യോഗചര്യയ. സ്പഷ്ടം എന്ന് പറഞ്ഞാൽ വ്യക്തം, വ്യക്തം. അഷ്ടവിധ യോഗചര്യയ, അഷ്ടാംഗ യോഗം കൊണ്ട്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കുന്നത് അഷ്ടാംഗ യോഗ വിധിപ്രകാരമായിരിക്കണം. അഷ്ടാംഗ യോഗ വിധിപ്രകാരം ഭഗവാനെ ആരാധിക്കണം. എന്താണ് അഷ്ടാംഗ യോഗം? അഷ്ടം എന്ന് പറഞ്ഞാൽ 8. 8 വിധത്തിൽ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു നിർത്തണം. അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് 8 എണ്ണം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സെന്ന ചെകുത്താനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അഷ്ടാംഗം എന്ന വിധി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സൊരു ചെകുത്താനാണ്. സത്യത്തിൽ ഈ ഈശ്വരനും സാത്താനും എന്ന് പറയത്തില്ലേ, ബൈബിളിലൊക്കെ പറയത്തില്ലേ, ഈശ്വരൻ ഒന്ന്, സാത്താൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യരൂപമല്ല, മനസ്സാണ്, നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ എന്തു പറയുന്നത്? ഈ അഷ്ടാംഗ വിധി പ്രകാരം, അഷ്ടാംഗ യോഗപ്രകാരം നിങ്ങൾ അനുഷ്ഠിച്ചിട്ട് മനസ്സെന്ന ചെകുത്താനെ നിങ്ങൾ ഇല്ലാതാക്കണം. അങ്ങനെ അഷ്ടാംഗ യോഗ വിധിപ്രകാരം മനസ്സെന്ന ചെകുത്താനെ ഇല്ലാതാക്കുന്നതിന് എനിക്ക് ആരോഗ്യം വേണം. ആ ആരോഗ്യം തരണേ ഭഗവാനെ എന്നാണ്. അപ്പൊ നിങ്ങൾ ഉടനെ കയറി വിഷമിക്കരുത് അമ്മമാരൊക്കെ. അയ്യോ അഷ്ടാംഗം, യമം എന്താ, നിയമം എന്താ, ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഈ 8 കാര്യങ്ങൾ, ആ 8 കാര്യങ്ങളാണ് വളരെ ലളിതമായിട്ട് ശ്രീബുദ്ധൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു പേടി തോന്നും. എന്തുകൊണ്ട്? നമ്മൾ ഈ 8 വിധിപ്രകാരം നമ്മൾ ചെയ്യണ്ടേ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണ്ടേ. അപ്പൊ യമം നമ്മൾ അനുഷ്ഠിക്കണം അല്ലേ? അതേ കണക്ക് തന്നെ യമത്തിന്റെ കൂടെ എന്താണ്? പ്രത്യാഹാരം. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഈ പ്രത്യാഹാരം, ആസനം, പ്രാണായാമം. അപ്പൊ ഇത് കേട്ടിട്ട് അമ്മമാര് പേടിക്കണ്ട. ശരിക്കും നിങ്ങൾ ആ ധർമ്മപദം വെള്ളിയാഴ്ചത്തെ കാണുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ അഷ്ടാംഗം വളരെ സിമ്പിളായിട്ട് കൃഷ്ണൻ തന്നെ കൃഷ്ണന്റെ ബുദ്ധാവതാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് പ്രവൃത്തിയും ബോധപൂർവം ചെയ്യുക. മറ്റൊന്നും ചിന്തിക്കാതെ കുളിക്കുമ്പം അതിൽ മാത്രം ശ്രദ്ധ, മറ്റൊന്നും ചിന്തിക്കാതെ പാചകം ചെയ്യുമ്പോൾ അതിൽ മാത്രം, നടക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, ആരുടെയും ദോഷങ്ങൾ പറയാതിരിക്കുക, കോപിക്കാതിരിക്കുക. മതി. ഈ കൃഷ്ണൻ പറഞ്ഞ 8 കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞു. അത് ചെയ്താൽ മതി. അങ്ങനെ മനസ്സെന്ന ചെകുത്താനെ ഈ അഷ്ടാംഗത്തിലൂടെ ഇല്ലാതാക്കാം. അമ്മമാര് ഈ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സടങ്ങും. മനസ്സടങ്ങുമ്പം കൃഷ്ണൻ മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് മൂന്നാമത്തെ വരിയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ വരിയാണ്. ഒരു കൊച്ചു വരി, കഥയൊന്നുമില്ല, ഈ പറഞ്ഞത് തന്നെയാണ്. അവസാനത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പുഷ്ടയാശു തവ തുഷ്ടി മാപ്നുയാം. അപ്പൊ പുഷ്ടി പ്രാപിച്ച, ആശു പെട്ടെന്ന്, അപ്പൊ പുഷ്ടിയാശു പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത്, തവ അങ്ങയുടെ, തുഷ്ടി സന്തോഷം, ആപ്നയാം പ്രാപിക്കട്ടെ. അപ്പൊ ഈ അവസാനത്തെ വരിയിൽ പറയുന്നത്, ഭഗവാനെ ശ്രീകൃഷ്ണ, ഞാൻ അഷ്ടാംഗ യോഗത്തിലൂടെ എൻ്റെ മനസ്സെന്ന ചെകുത്താനെ അടക്കി എനിക്ക് ആരോഗ്യം വീണ്ടെടുത്ത് അങ്ങനെ
ആ ആരോഗ്യമുള്ള ശരീരം കൊണ്ട് അങ്ങയെ ഉപാസിപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ സന്തോഷം എനിക്ക് ലഭിക്കുമാറാകാൻ എന്നെ അനുഗ്രഹിക്കണേ. അപ്പം ഇത് ഭട്ടതിരിപ്പാട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഭഗവാനെ ശ്രീകൃഷ്ണ, ഗുരുവായൂരപ്പ, രാധാവല്ലഭ, മനസ്സെന്ന ചെകുത്താനെ അടക്കി, ഇന്ദ്രിയങ്ങളെ അടക്കി, അങ്ങനെ ഭഗവാനെ അകതാരിൽ രാധാകൃഷ്ണ രൂപമങ്ങനെ തെളിഞ്ഞ് ആ തൃപ്പാദങ്ങളിൽ വീണ് അലിഞ്ഞു ചേരാൻ അനുഗ്രഹിക്കണേ പൊന്നു തമ്പുരാനേ. അതിനുവേണ്ടി ഞങ്ങൾക്ക് ആരോഗ്യം തരണേ കൃഷ്ണ. ആ തൃപ്പാദങ്ങളിൽ അലിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാരോഗ്യം താ കൃഷ്ണ, അതിനാരോഗ്യം താ കൃഷ്ണ. മനസ്സിനെ അടക്കാൻ ഞങ്ങളെ സഹായിക്കൂ. അങ്ങയുടെ സഹായമില്ലാതെ മനസ്സിനെ ഒരിക്കലും അടക്കാൻ കഴിയില്ല. ആ സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു കൃഷ്ണ. ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് ആരോഗ്യം താ. ആ തൃപ്പാദങ്ങളിൽ വീണലിയാൻ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കണ്ണുകൾ അടയുമ്പോൾ ശ്രീകൃഷ്ണ, അങ്ങയുടെ ദൂതന്മാർ വരണേ ഞങ്ങളെ കൊണ്ടുപോകാൻ. ആരോഗ്യം തായേ കൃഷ്ണ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. കല്യതാം മമ കുരുഷ്വ താവതീം കല്യത്തെ ഭവതു പാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാ.